നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ കാര്യം പോലീസിൽ അറിയിക്കുന്ന നല്ലത്. അവരാവുമ്പോ എവിടെ നിന്നെങ്കിലും പൊക്കി എടുത്തോളൂ. നീ ആ ഫോണിൽ തന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു പറയാം. വേണ്ട, ധനുഷ് വരുമെന്ന് നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യും. അതെ, ആ പണം ഇനി തിരികെ കിട്ടൊന്നുമില്ല. അത് പോയി. അതെങ്ങനെ ഏട്ടത്തിക്കറിയാം? ഗുഡ്. നീ ചെയ്യേണ്ട എന്താന്ന് ഞാൻ പറയാം. അവന്റെ കയ്യിൽ നിന്ന് ആ പണം തട്ടിയെടുത്ത് നീ എന്നെ ഏൽപ്പിക്കണം. പണം തട്ടിയെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ അത് ആരുടെ കയ്യിൽ കൊടുക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അത് സമ്മതമാണെങ്കിൽ നമുക്ക് ഈ ഡീലുമായിട്ട് മുന്നോട്ട് പോവാം. എന്തു പറയുന്നു? സമ്മതം. നിന്റെ കൂലി എത്രയാണെന്ന് വെച്ചാ അതെടുത്തിട്ട് ബാക്കി പണം നീ എന്നെ ഏൽപ്പിച്ചാൽ മതി. സമ്മതം. നീ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് ഇന്ന് എല്ലാവരുടെയും മുന്നിൽ ഞാൻ തെളിയിക്കും. ഹലോ, ഞാൻ വന്നോണ്ടിരിക്കുക. ഉടനെ എത്തും. ഡീൽ നമുക്ക് ഇങ്ങനെ നടത്താം. പണത്തിന്റെ കാര്യം ഒരു പ്രശ്നമല്ല. ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട, നേരിൽ കാണാം. ടെൻഷൻ ആവണ്ട. പണം കൊടുക്കാനുള്ള ആളിനെ കണ്ടുപിടിച്ച് പണം കൊടുത്തിട്ട് ധനുഷ് തിരിച്ചു വരുള്ളൂ. വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫാ. സാധാരണ ധനുഷ് അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാറില്ല. ഇത് ചിലപ്പോ ചാർജിങ്ങാനും തീർന്ന് സ്വിച്ച് ഓഫ് ആയി പോയതായിരിക്കും. 50 ലക്ഷം രൂപയാ കയ്യിലുള്ളത്. അതൊക്കെ ധനുഷ് നോക്കിക്കോളൂ എട്ടി. നിന്നെ ധനുഷ് വിളിച്ചായിരുന്നു? ഉച്ചയ്ക്ക് വിളിച്ചതാ, പിന്നെ വിളിച്ചിട്ടില്ല. പണം കിട്ടാനുള്ള ആളായി വിളിക്കുന്നു. ഇപ്പൊ കുറെ തവണയായി വിളിക്കുന്നു. ഹലോ, അർച്ചനെ പറ്റിക്കാണോ? എത്ര സമയമായി ഞാനിവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ പണം ചെയ്തില്ല. സാറ് പേടിക്കണ്ട, പണവുമായിട്ട് ഉടൻ ആൾ അവിടെ എത്തും. വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് മണിക്കൂർ എത്രയായി? വിശ്വസിക്കാവുന്ന ആളിനെ തന്നെയാണോ പണം കൊടുത്തു വിട്ടത്? അതെ, വിശ്വസിക്കാവുന്ന ആള് തന്നെയാ. പണത്തിന്റെ കാര്യമല്ലേ? അതും രൂപ 1-2 അല്ല, 50 ലക്ഷം കയ്യില്. അതുമായി മുങ്ങിയാൽ തീർന്നില്ല എല്ലാം. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ വന്ന് പണം വാങ്ങിക്കോളാം. മേനോൻ സാറ് പേടിക്കണ്ട, പണത്തിന്റെ കാര്യത്തില് ഒരു കുഴപ്പവും വരില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം.
എന്താ എടുത്ത് അയാൾ പറയുന്നത്? ധനുഷ് ഇതുവരെ അവിടെ എത്തിയില്ല. പിന്നെ പണവുമായി ധനുഷ് എവിടെ പോയി? അവൻ അതുമായിട്ട് മുങ്ങിക്കാണും. വേറെ എവിടെ പോവാൻ? അവൻ അതുമായിട്ട് എപ്പോഴേ മുങ്ങിക്കാണും. 50 ലക്ഷം രൂപയല്ലേ ഒറ്റയടിക്ക് അവന്റെ കൈ കിട്ടിയത്. അപ്പൊ പിന്നെ അതുമായിട്ട് മുങ്ങിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഏട്ടത്തി അല്ലാതെ മറ്റാരെങ്കിലും അവനിൽ പണം കൊടുത്തു വിടും. ചതിയനാണവൻ. ആരെയും ചതിക്കാൻ ഒരു മടിയുമില്ല. നന്ദേട്ടാ, ധനുഷിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയണ്ട. പിന്നെ എങ്ങനെ പറയണം? അവൻ നല്ല ഒന്നാം തരം കള്ളനാ. അട്ടയെ പിടിച്ച് എത്ര മെത്തേ കിടത്താൻ ശ്രമിച്ചാലും അത് കിടക്കില്ല. അതാ പഴയ ചെളിക്കുണ്ടിലേക്ക് തിരിച്ചു പോകത്തേ ഉള്ളൂ. മതി അധിക്ഷേപിച്ചത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്റെ ധനുഷ പണവും കൊണ്ട് എങ്ങോട്ടും പോയില്ല. ഓ, പിന്നെ അവൻ എവിടെ പോയി? ഈ കാര്യം പോലീസിൽ അറിയിക്കുന്നതാ നല്ലത്. അവരാവുമ്പോ എവിടെ നിന്നെങ്കിലും പൊക്കി എടുത്തോളൂ. നീ ആ ഫോണിൽ തന്നെ, ഞാൻ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു പറയാം. വേണ്ട, ധനുഷ് വരുമെന്ന് നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം. അതെ, ആ പണം ഇനി തിരികെ കിട്ടുമൊന്നുമില്ല. അത് പോയി. അതെങ്ങനെ ഏട്ടത്തിക്കറിയാം? പണം പോയി എന്നതിന് എന്താ ഉറപ്പ്? ധനുഷ് ഏട്ടത്തെ വിളിച്ചിരുന്നോ? എന്നെ ആരും വിളിച്ചിട്ടില്ല. പക്ഷെ എനിക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയും, ആ പണമായിട്ട് അവൻ മുങ്ങിയെന്ന്. ഹും, 50 ലക്ഷം രൂപ കൈ കിട്ടി എന്താ കഴിക്കൂ? അതുകൊണ്ട് അവൻ സ്ഥലം വിട്ട് കാണും. കള്ളത്തരം കാണിച്ച് ജീവിക്കുന്നവര് എപ്പോഴായാലും അത് തന്നെ കാണിക്കും. നീ കരഞ്ഞു കാണിച്ചിട്ട് ഒരു കാര്യമില്ല. കള്ളനെയൊക്കെ പിടിച്ച് തലേ വെക്കുമ്പോ ആലോചിക്കണമായിരുന്നു. നന്നായി നന്ദേട്ടാ. ധനുഷിന് ആരാ ഈ വീട്ടിലോട്ട് ആദ്യം കൊണ്ടുവന്നേ? ധനുഷിന് ഈ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തത് ആരാ? ഒരിക്കൽ നന്ദേട്ടന് എല്ലാം ആയിരുന്നല്ലോ ധനുഷ്. എന്നിട്ടിപ്പോ ഞാൻ അവനെ കല്യാണം കഴിച്ചതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവനെ കള്ളനാക്കുന്നു അല്ലേ? നീ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കാൻ നോക്കുന്നുണ്ടേട്ടാ, അതാ നല്ലത്. അവനിപ്പോ വേറെ ജോലിയൊന്നുമില്ലല്ലോ, പണത്തിന് അത്യാവശ്യം കാണും. മതി, ഇനി എന്റെ ധനുഷിനെ പറ്റി ഒരു അക്ഷരം മിണ്ടി പോരുത്. ഹലോ, ആരാ? എടുത്തി എന്ത് പറ്റി മോളെ? എടുത്തി ധനുഷ്. എന്ത് എന്താ എന്ത് പറ്റി? ധനുഷ് മോളെ കരയാതെ എന്താന്ന് പറ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.